ലൈഫിൽ നല്ല സങ്കടം വരുമ്പോൾ ഒരു പാട്ടൊക്കെ കേട്ട് ഒരു ഡ്രൈവൊക്കെ കഴിഞ്ഞ് വരണം, നല്ല സമാധാനം കിട്ടും. നമ്മളിപ്പോൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിൽ കുറെ കൂടെ കഴിയുമ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ അതൊക്കെ എന്ത് നന്നായി നമ്മുടെ ലൈഫിൽ വന്നതെന്ന് നമുക്ക് പിന്നീട് തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം സങ്കടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. ഈ പറഞ്ഞ സങ്കടങ്ങളൊക്കെ നാളെ ഒരു ദിവസം നമുക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള വകുപ്പാണ്. നമ്മുടെ ലൈഫ് ഭയങ്കര ഷോർട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉള്ള മൊമെൻറ്റ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തങ്ങ് ജീവിക്കുക. നാളെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടേണ്ട ഒരു കാര്യമില്ല. ലിവ് ഇൻ ദ പ്രസൻറ്റ്, എന്നിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും. അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാം, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നത്. പക്ഷേ ഒറ്റ കാര്യം ഓർത്താൽ മതി, നമ്മുടെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് നല്ലൊരു പദ്ധതിയുണ്ട്. നമ്മൾ സങ്കടപ്പെടുന്ന ഇപ്പോൾ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും മാറും. നാളെ നമുക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള വകുപ്പ് പുള്ളിക്കാരനെ കൊണ്ട് തരും. പക്ഷേ നമുക്കൊരു വിശ്വാസം വേണം, ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ? ഹാപ്പി ആയിട്ടിരിക്കുവാണോ? എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. എല്ലാം ശരിയാവുന്നേ, അല്ലാണ്ട് ഇവിടെ പോകാൻ. സങ്കടങ്ങളില്ലാത്ത മനുഷ്യർ ആരും തന്നെ ഇല്ല. എല്ലാവർക്കും സങ്കടങ്ങളുണ്ട്, പക്ഷേ അതിനൊക്കെ ഒരു കാലഘട്ടം ഉണ്ടെന്നേ. ആ കാലഘട്ടം കഴിയുമ്പോൾ നമ്മളൊക്കെ സന്തോഷിക്കുന്നൊരു കാലഘട്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം സങ്കടപ്പെട്ടാലും വിഷമിക്കണ്ട കേട്ടോ.